20-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ കൊടിയത്തൂരിൽ നിന്ന് കടവ് കടന്നുവന്ന് ചേന്നമംഗല്ലൂർ ദേശത്തെ കടവത്തു പീടിയേക്കൽ എന്ന സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയ ഉണ്ണിമോയ് ഹാജി കുഞ്ഞിപ്പാത്തുമ്മ ദമ്പതികളുടെ സന്താന പരമ്പരയാണ് കടവത്തു പീടിയേക്കൽ കുടുംബം. തെയ്യത്തുംകടവ് എന്ന് പറഞ്ഞാൽ ഇരുവഴിഞ്ഞപ്പുഴയുടെ ഇങ്ങിയ തീരം, ചേന്നമംഗല്ലൂർ തീരം, അവിടെ വന്ന് താമസമാക്കിയതാണ് ഉണ്ണിമോയ് ഹാജിയുടെ കുടുംബം എന്നാണ് കരുതപ്പെടുന്നത്. അന്ന് കാളവണ്ടി യുഗത്തിലായിരുന്നു ചേന്നമംഗല്ലൂർ. ഒരു വാഹനവും, അതായത് എഞ്ചിനുള്ള ഒരു വാഹനവും പ്രവർത്തിക്കില്ല, അങ്ങോട്ട് വരില്ല, കാരണം റോഡില്ല. അക്കാലത്ത് ചരക്ക് ഗതാഗതത്തിന് പ്രധാനമായും ബാക്കി മറ്റാവശ്യങ്ങൾക്കും തോണിയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ തോണിയുടെ ഒരു സാമ്രാജ്യം തന്നെ അദ്ദേഹം പണിതു. ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ, നാട്ടിൽ ആര് വന്നാലും, പ്രത്യേകിച്ച് മദ്രസയുമായി ബന്ധപ്പെട്ടോ അതുപോലെയുള്ള കാര്യങ്ങൾക്കോ ആര് വന്നാലും, ഏത് പണ്ഡിതൻ വന്നാലും അവരുടെ ഭക്ഷണം തെയ്യത്തുംകടവിലായിരിക്കും. 969 എൻ്റെ ജീവിത പങ്കാളി ഞാൻ തിരഞ്ഞെടുത്തത് അതേ കുടുംബത്തിൽ നിന്നായത് യാദൃശ്യം മാത്രമാണ്. ഈ നേരത്തെ പറഞ്ഞ ആതിഥ്യ സൽക്കാരത്തിന് പുറമെ, ഉദാരമായ പെരുമാറ്റത്തിന് പുറമെ, ഫുട്ബോൾ കളിയിൽ അവരുടെ തലമുറകൾ കാണിച്ച താല്പര്യമാണ്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ അന്ന് മാൻറ്റി എന്നിപ്പോൾ വിളിക്കുന്ന അബ്ദുറഹ്മാനാണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിരുന്നാലും ശരി, അബൂബക്കർ മുതൽക്കുള്ളവരായാലും ശരി, അബ്ദുൽ ഖാദർ മുതൽക്കുള്ള എൻ്റെ അളിയനും കൂടിയാണ്, അവനൊക്കെ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് ഏറ്റവും അധികം ശോഭിച്ച് കണ്ടത്. ഇങ്ങനെ നാട്ടിൻ്റെ നാനാവിധ ജീവിത തുറകളിൽ വ്യക്തമായ ആധിപത്യമൊന്നും പറയാൻ കഴിയില്ലെങ്കിലും പങ്കുവഹിച്ച ഒരു കുടുംബമാണ്. നാട്ടുകാർക്ക് എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ടവരായിരുന്നു, അവരെല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ വശം. ചരക്കുകൾ, അതായത് നാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന അല്ലെങ്കിൽ പലയിടത്തു നിന്നുമായി ശേഖരിക്കുന്ന ചരക്കുകൾ തെയ്യത്തുംകടവിലെത്തിച്ചു, അല്ലെങ്കിൽ വേറെങ്ങടുത്ത് എത്തിച്ചു. അവിടെ നിന്ന് തോണിയിലാണ് അന്ന് കല്ലായിൽ ആ സാധനങ്ങളെല്ലാം കൊണ്ടുപോവുക. ഉദാഹരണം പ്ലാവിൻ്റെ, അതുപോലെ ചക്ക, മാങ്ങ പോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ അതിനെല്ലാം ഉപയോഗിച്ചിരുന്ന തോണികളാണ്. അതുപോലെ വെള്ളപ്പൊക്ക കാലത്ത് ഗതാഗതത്തിനുള്ള ഏകമാർഗവും തോണിയാണ്. പിന്നെ അവിടെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ എത്തിക്കാനും പീടികയിൽ അവശ്യ സാധനങ്ങളും എല്ലാം എത്തിച്ചിരുന്നത് തോണിയിലാണ്. അതുകൊണ്ടാണ് തോണിക്കെന്നുള്ള പ്രാധാന്യം. ഇതിൻ്റെ മുഴുവൻ നിയന്ത്രണവും മിക്കവാറും ഈ കുടുംബത്തിൻ്റെ കയ്യിലായിരുന്നു. കാരണം അവരാണ് വാടകയ്ക്ക് തോണികൾ കൊടുത്തുകൊണ്ടിരുന്നത്. മറ്റുള്ളവർക്ക് തോണികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത്യാവശ്യത്തിന് എപ്പോഴും ഉപയോഗിക്കുന്ന അല്ലാതെ സ്ഥിരമായിട്ട് ആ സംവിധാനം നിലനിർത്തിയത് അവരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. ഉണ്ണിമോയ് ഹാജി കുഞ്ഞിപ്പാത്തുമ്മ ദമ്പതികൾക്ക് 6 മക്കളാണ് ഉണ്ടായിരുന്നത്. 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. മുഹമ്മദ് കുട്ടി ഹാജി, രായ് മുഹമ്മദ് ഹാജി, ഉണ്ണിപ്പോക്കു എന്നീ ആൺകുട്ടികളും, പുതിയോട്ടിൽ മൂസ ഹാജി കല്യാണം കഴിച്ച ഉമ്മയ്യ, തട്ടാരത്തൊടി ഉമ്മർ ഹാജി കല്യാണം കഴിച്ച ഫാത്തിമ, വാഴക്കാട് സ്രാമ്പിക്കൽ ഹുസൈൻ കല്യാണം കഴിച്ച ആയിഷുമ്മ എന്നീ പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. കടവത്തു പീടിയേക്കൽ കുടുംബത്തിന്റെ സ്ഥായി ഭാവമായിരുന്നു വിനയം. കുടുംബനാഥനും നാഥയുമായിരുന്ന ഉണ്ണിമോയ് ഹാജി കുഞ്ഞിപ്പാത്തുമ്മ ദമ്പതികളിൽ നിന്ന് പൈതൃകമായി ഇളം തലമുറയിലെ അംഗങ്ങളിലേക്ക് വരെ പകർന്നു കിട്ടിയതാണ് ഈ വിനയമുദ്ര. തറവാട്ടുവീടിന്റെ പരിസരങ്ങളിലൂടെ കടന്നു പോകുന്ന പരിചിതരെയും അപരിചിതരെയും ഭേദങ്ങളില്ലാതെ വിളിച്ചു വരുത്തി വിരുന്നൂട്ടുക ഇവിടുത്തെ പതിവ് കാഴ്ചയായിരുന്നു. മുഹമ്മദ് കുട്ടി ഹാജിയുടെ ആദ്യ ഭാര്യ പാത്തുമ്മയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹം പാത്തുമ്മയെ കല്യാണം കഴിച്ചു. പാത്തുമ്മയിൽ 3 മക്കൾ, 2 ആണും 1 പെണ്ണും. അബ്ദുള്ള മാസ്റ്റർ, മാണ്ട്യാക്ക എന്ന അബ്ദുറഹ്മാനും ഫാത്തിമയും. ഞാൻ തെയ്യത്തുംകടവത്ത് ഉണ്ണിമോയ് ഹാജിയുടെ മകൻ മുഹമ്മദ് കുട്ടി ഹാജിയുടെ മകനാണ്. തറവാട്ടിൽ താമസിക്കുന്ന കാലത്ത് അവിടെ താമസിക്കുമ്പോൾ ആ വീട്ടിൽ തന്നെ 10-30 ആളുകൾ നന്നായിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനും മറ്റും ആൾക്കാർ മദ്രസയിൽ പോകാനും ഒക്കെ കൂട്ടായിട്ടായിരുന്നു. രാത്രി ചൂട്ടും കത്തിച്ച് ദർസിൽ പോകുന്ന ഓർമ്മകളെല്ലാം തന്നെ ഉണ്ട്. വാപ്പയുടെ ഇവിടെ ഇസ്ലാമിക സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് ആദ്യം വളരെയധികം സഹകരിച്ച ആളാണ്. ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഫറൂഖെന്നും വല്ലായികെന്നും മറ്റും മരങ്ങൾ ഇവിടെ തോണിയിലായിരുന്നു എത്തിച്ചു കൊടുത്തിരുന്നത്. മഹാഗണി എന്നൊരു മരം കോഴിക്കോട് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന്
കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി സ്വന്തം തന്നെ കൈകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഓരോരുത്തർ പറമ്പിൽ കുഴിച്ചിട്ട് കാണിച്ചു കൊടുത്തത് ആളാണ് എൻ്റെ വാപ്പ മുഹമ്മദ് കുട്ടിയാജി. പിന്നെ വേറെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, ഒരു സ്വാമി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെ അറിയാതെ തൈ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം വിൽക്കാനുണ്ടായിരുന്നു. അയാളോട് കുറേ തൈ വാങ്ങും, തൈയിട്ട് കയറ്റി വലുതാക്കി കയറ്റി എല്ലാ പുരയിലും എല്ലാ പറമ്പിലും കൊണ്ട് വെക്കുക എന്നത് ഒരു ചിട്ടയായിരുന്നു. അങ്ങനെ വെച്ച മരത്തിൽ കൂട്ടത്തിൽ ഒരു മരം ഞാൻ ഒന്നല്ല 5 വെച്ചിരുന്നു. അതിലൊന്ന് 1,10,000 ഞാൻ വിറ്റിരുന്നു. ഒരു 45 കൊല്ലം മുമ്പ് ഞാൻ കുഴിച്ചിട്ട മരമാണ് ഈ മാവ്. അത് ആ ചെറിയ തൈയായിരുന്ന കാലത്ത് അത് ബെഡ് ചെയ്തിരുന്നു. ബെഡ് പിന്നെ ഉണങ്ങിപ്പോയി. രണ്ടാമത് അതിൻ്റെ മരത്തിൽ നിന്ന് അസിൽ മരം പൊട്ടി വലുതായതാണ്. ഇപ്പം 45 വർഷമായി. ഞാൻ കടവത്ത് പിടിയേക്കൽ മുഹമ്മദ് കുട്ടിയാജിയുടെ 2ാമത്തെ മരുമകളായി ഇവിടെ വരും. അന്നൊക്കെ വാഹനം കുറവായതുകൊണ്ട് തോണിയിലായിരുന്നു യാത്ര. എൻ്റെ പുതുക്കത്തിന് തോണിയിലായിരുന്നു ഇവിടെ വന്നത്. പുയലിൽ നിന്ന് കയറി എൻ്റെ പക്കത്ത് നിന്ന് കയറി ഇവിടെ പുറത്ത് വലിയ റൂമുണ്ട്, ആ റൂമിലായിരുന്നു. അന്നൊക്കെ പുതുക്കത്തിന് വരുമ്പോൾ ഇന്നത്തെ മാതിരിയുള്ള അല്ല, വലിയ സാനില് അവിലും പഴവും വെച്ച് എല്ലാവരും പാടെ ഒപ്പരം കഴിക്കുന്ന പതിവായിരുന്നു. അങ്ങനെ ആ സമയത്തൊക്കെ ഇവിടെ കുറേ ചാപ്പാര മക്കളും നാത്തൂനും മക്കളും എല്ലാവരും ഒന്നായിട്ടുള്ള ഒരു വലിയ കുടുംബമായിരുന്നു തറവാട്. പിന്നെ മുഹമ്മദ് കുട്ടിയാജി ഇടയ്ക്കൊക്കെ കോഴിക്കോട് പോവും. പിന്നെ ഭാര്യ മരിച്ചു പോയത് ചെറിയ മക്കളേഞ്ഞു. എൻ്റെ ഭർത്താവും ഒരു 3 മക്കളായിരുന്നു, 2 ആണും 1 പെണ്ണും. ആദ്യ ഭാര്യ പാത്തുമ്മയുടെ മരണത്തെ തുടർന്ന് ഉത്തർമണ്ഡിൽ രായ് മുഹമ്മദ് ഹാജി ആയിഷയെ വിവാഹം ചെയ്തു. പാത്തുമ്മയിൽ സന്താനങ്ങളായി 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. ടി കെ അബൂബക്കർ, ടി കെ ബീരാൻ, ടി കെ അഹമ്മദ് കുട്ടി, ടി കെ ഫാത്തിമത്ത് സുഹ്റ, ടി കെ സഫിയ, ടി കെ ആമിന. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ണി മൊയ്യ് ഹാജിയുടെയും കുഞ്ഞിപ്പാത്തുമ്മ ഹാജിമയുടെയും മക്കളായ മുഹമ്മദ് കുട്ടിയാജി, രായ് മുഹമ്മദ് ഹാജി, ഉണ്ണിപ്പോക്കു, ഇവരിൽ 2ാമത്തെ മകനായ രായ് മുഹമ്മദ് ഹാജി ഞങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ കച്ചവടക്കാരനായിട്ടാണ് വാപ്പയെ കണ്ടിരുന്നത്. ആദ്യം പീടിക കച്ചവടവും പിന്നീട് മരക്കച്ചവടവുമായി കോഴിക്കോടും കല്ലായി, മുരിയാട്, മാങ്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിലും അവിടെ താമസവുമായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് രായ് മുഹമ്മദ് ഹാജി വിവാഹം കഴിച്ചത്. രായ് മുഹമ്മദ് ഹാജിയുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട്ടെ പല മരവ്യവസായികളുമായിട്ട് വലിയ ബന്ധമായിരുന്നു. അതിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാന വ്യക്തിയാണ് അബൂബക്കർ കുഞ്ഞി ഹാജി, CK ആലിഖ്, അദ്ദേഹത്തിൻ്റെ മകൻ CK ആലിഖ് ഹാജി, മുഹമ്മദ് കോയ തുടങ്ങിയ ആളുകൾ. ഞങ്ങൾ തറവാട് വീട്ടിലാണ് താമസിച്ചിരുന്നത്. വാപ്പ ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നത് ഉത്തരമണ്ണിലായിരുന്നു, പാവൂര്. പക്ഷേ ഞങ്ങൾ വാപ്പയെ ഞാൻ പലപ്പോഴും കാണാറില്ല. എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് കാണാറ്. കാരണം ഞങ്ങൾ ഒരു കുടുംബ സംവിധാനം, ഒരു ജോയിൻ്റ് കുടുംബമായിട്ടാണ് ഞങ്ങൾ കർത്തമുടിയേക്കലായിരുന്നു താമസിച്ചിരുന്നത്. അതും മൂത്താപ്പയായിരുന്നു, മുഹമ്മദ് കുട്ടിയാജി ആയിരുന്നു ഞങ്ങളുടെ എല്ലാ രക്ഷാധികാരിയും. വാപ്പ നേരത്തെ കച്ചവടമായിട്ട് കോഴിക്കോട് തന്നെയായിരുന്നു. അവിടെ 19ാം വയസ്സിൽ പോയി എന്നാണ് പറയുന്നത്. 19ാം വയസ്സ് മുതൽ വാപ്പ അസുഖം പിടിപ്പെടുന്ന 80ാം വയസ്സ് വരെ അത്രയും കാലം, ദീർഘമായ കാലം കല്ലായുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെയുള്ള ഞങ്ങൾ വാപ്പയും മൂത്താപ്പയും എന്ത് കാര്യങ്ങളും തീരുമാനിക്കേണ്ടതും എന്ത് കാര്യങ്ങളും ചോദിക്കേണ്ടതും മൂത്താപ്പ മുഹമ്മദ് കുട്ടിയാജിൻ്റെ അടുത്താണ്. ഞങ്ങൾ മുഹമ്മദ് കുട്ടിയാജിൻ്റെ വീട്ടിൽ, അതാണ് തറവാട്ടിലാണ് ഞങ്ങളൊക്കെ താമസിച്ചിരുന്നത്. നമ്മൾ കുടുംബ ബന്ധങ്ങളും പുതിയതായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്നതും കല്യാണം, സൽക്കാരം, എന്ത് പരിപാടികളും അത് എല്ലാത്തിനും അവസാന വാക്ക് മൂത്താപ്പയുടേതാണ്. ചേന്നമംഗല്ലൂർ ദേശത്തെ ആദ്യകാല മരവ്യാപാരികളായിരുന്നു ഉണ്ണിമൊയ്യ് ഹാജിയും മക്കളായ മുഹമ്മദ് കുട്ടി ഹാജിയും രായ് മുഹമ്മദ് ഹാജിയും. അക്കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മരക്കച്ചവടം നടന്നിരുന്ന പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു കല്ലായിയും പരിസര പ്രദേശങ്ങളും. കല്ലായി മരവ്യാപാരത്തെ ചേന്നമംഗല്ലൂരുമായി ബന്ധിപ്പിക്കുന്നത് ഈ സഹോദരന്മാരായിരുന്നു. കല്ലായി ഒരു കാലത്ത് ലോകത്ത് തടി വ്യാപാരത്തിൽ 2ാം സ്ഥാനത്തായിരുന്നു. പല ആളുകളും ഇതിന് ഉപജീവനം നടത്തിയിരുന്ന വലിയൊരു മേഖലയായിരുന്നു കല്ലായി
തടി വ്യാപാരം. പഴയകാലത്ത് ഈ സന്ദർഭത്തിൽ പഴയകാലത്ത് കച്ചവടം നടത്തിയിരുന്ന ചില കുടുംബങ്ങൾ, അതിൽപ്പെട്ടതാണ് കടവത്ത് പീടിയേക്കൽ തറവാട്ടിലെ മുഹമ്മദ് കുട്ടി ഹാജി, രായൻ കുട്ടി ഹാജി എന്നുള്ളവരൊക്കെ. അവരെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. ആ കാലത്ത് നീളമരം, വളരെ നീളമുള്ള മരം, ഗുരു ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നീളമരം, മരുത്, വെണ്ടേക്ക് എന്നൊക്കെ പറയുന്ന മരങ്ങൾ കൂടുതലും വന്നിരുന്നത് നിലമ്പൂർ ഭാഗത്തായിരുന്നു. അപ്പം ഈ മരം ഉരു എന്ന് പറയും, അതായത് വെസൽസ്, അതിൽ കയറ്റിയിട്ട് ബോംബെക്ക് അയക്കുക. ആ ബോംബെക്ക് അയക്കുമ്പം അന്ന് കയറ്റി അയക്കുമ്പോൾ അന്ന് ഇൻഷുറൊന്നും ചെയ്യില്ല. അധിക പേരും മുസ്ലിം കച്ചവടക്കാരായിരുന്നു, മോസ്റ്റ്ലി മുസ്ലിം കച്ചവടക്കാരായിരുന്നു. അപ്പോൾ അവർ ഉരുവിന് കയറ്റുമ്പം എഴുതി വിടൽ തബക്കൽ ത്വലവ, ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അയക്കുന്നു എന്ന് പറയാം. പക്ഷെ അന്നൊന്നും ഒരു മുങ്ങിയതായിട്ടും നശിച്ചതായിട്ടും ഒന്നും കണ്ടിട്ടില്ല. ദൈവകാരുണ്യം ഉണ്ടായതുകൊണ്ടായിരിക്കാം. ഇവർ തന്നെ തോണിക്ക് മരം കൊണ്ടുവന്നിട്ട് ആ മരം ഇവിടെ വിറ്റിട്ട് അതിൻ്റെ പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങും. വല്യങ്ങാടി എന്നൊക്കെ അരി സാധനം വാങ്ങിച്ചു. അതേമാതിരി കൊപ്പറൊക്കെ വന്നിട്ട് മറ്റേ മാർക്കറ്റിൽ വിറ്റിട്ട് അതിൻ്റെ പൈസയൊക്കെ ആയിട്ടാണ് അന്ന് അങ്ങോട്ട് നാട്ടിലേക്ക് പോവുക. അതൊരു സൈക്കിളായിരുന്നു അന്ന്. രായൻ മുഹമ്മദ് ഹാജിയും പിന്നെ നമ്മളെ ഉപ്പായിട്ട് ഭയങ്കര ഒരു ആത്മബന്ധമായിരുന്നു. കാരണം നമ്മളെ പിന്നെ ഉപ്പ ഏറ്റവും വിശ്വസ്തരായ ഒരു ആളായിരുന്നു രായൻ മുഹമ്മദ് ഹാജി. പിന്നെ മരക്കച്ചവടം ആണ് നമ്മളെ ഉപ്പൻ്റെ ബിസിനസ്. PS അബ്ദുൽ ഖാദർ ബറാമീനാണ് എൻ്റെ ഉപ്പൻ്റെ പേര്. അപ്പം മരത്തിൻ്റെ മില്ലിലൊക്കെ പിന്നെ രായൻ മുഹമ്മദ് ഹാജി എപ്പോഴും ഉണ്ടാവും, അവിടെ ഉണ്ടാവും. അപ്പം എനിക്ക് അങ്ങനെ ഒരു പരിചയമുണ്ട്. രായൻ മുഹമ്മദ് ഹാജിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര വിശ്വസ്തനാണ്. നമ്മളിപ്പോൾ എപ്പോഴും പറയൂ, എന്തെങ്കിലും കാര്യം രായനാക്കനെ പിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മൂപ്പരാൾ അത് ഭംഗിയായി ചെയ്യും. അതിൽ മൂപ്പരാൾ വേറെ സാധാരണ എല്ലാവരും കമ്മീഷൻ വെച്ച് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. മൂപ്പരാൾ അങ്ങനത്തെ യാതൊരു ഏർപ്പാടും ഇല്ല. എന്താണ് ഏൽപ്പിച്ചിട്ട് അത് ഭംഗിയായിട്ട് ചെയ്യും. താളത്തിൽ ഉണ്ണിപ്പോക്കു ആയിഷ ദമ്പതികൾക്ക് 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ആമിന, അബ്ദുൽ കരീം, അബ്ദുസ്സലാം. ഉപ്പായെ കണ്ട വലിയൊരു ഓർമ്മ ആർക്കുമില്ല, പ്രത്യേകിച്ച് എൻ്റെ ഉപ്പാക്ക്. ഉപ്പ ജനിക്കും മുമ്പേ വല്യുപ്പ മാരകരോഗം കൊണ്ട് മരണപ്പെട്ടു. പിന്നീട് അനാഥയായ ഉപ്പക്ക് താങ്ങും തണലുമായത് ഈ ഒരു കുടുംബം തന്നെയായിരുന്നു. കുടുംബത്തിലെ ഓരോരുത്തരും പാപ്പയെ താലോലിച്ച് ഒരു ചെറിയവനാക്കി. പിന്നീട് തിരൂരങ്ങാടി യത്തീംഖാനയിൽ പഠിച്ചു വളർന്ന് അരീക്കോട് ITIയിൽ വെൽഡിംഗ് കോഴ്സ് പാസ്സായി. പിന്നെ JDT പോളിടെക്നിക്കലിൽ ട്രെയിനിങ് പാസ്സായി. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഓരോ ഘട്ടത്തിലും കുടുംബക്കാരുടെ കൈത്താങ്ങ് ഒരു വലിയൊരു സഹായമായിരുന്നു. അനാഥനാണെങ്കിലും അനാഥത്വം അറിയാത്ത ഒരു വളർച്ചയായിരുന്നു. ചെറിയൊരു പ്രവാസ ജീവിതശേഷം മുക്കത്തെ മണ്ണിൽ പഠിച്ച പണി അഥവാ ഈ വെൽഡിംഗ് മേഖലയിലേക്ക് ഉപ്പ കടന്നു വരികയായിരുന്നു. അങ്ങനെ താഴത്തിൽ സുബൈദയെ ജീവിതസഖിയാക്കി തൻ്റെ സ്ഥാപനത്തിന് ലാംഡ, സലാമിൻ്റെ ലാമും സുബൈദയുടെ ദായും ഇട്ട് ലാംഡ എന്ന 2 അക്ഷരത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. തട്ടാരത്തൊടി ഫാത്തിമ വി ഉമർ ഹാജി ദമ്പതികൾക്ക് 12 മക്കളുണ്ടായിരുന്നു. ഇയാത്തുമ്മയായിരുന്നു മൂത്തവൾ. അബ്ദുസ്സലാം, സുബൈദ, അബ്ദുർ റഷീദ്, സക്കീന, സാബിറ, മുനീറ, മെഹബൂബ, റസിയ, മുജീബുർ റഹ്മാൻ, അബ്ദുറഹ്മാൻ, സ്വാലിഹ. തെയ്യത്തുംകടവത്ത് ഉണ്ണിമോയി ഹാജിയുടെയും കുഞ്ഞി ഫാത്തിമയുടെയും 6 മക്കളിൽ 5ാമത്തെ മകളാണ് ഫാത്തിമ, അതായത് ഉമർ ഹാജിയുടെ ഭാര്യ. അവരുടെ 12 മക്കളാണ് അവർക്കുള്ളത്. ആ മക്കൾക്കും 45 പേരമക്കൾക്കും ഓർത്തു വെക്കാനും പകർത്തിയെടുക്കാനും പറ്റിയ ഒരുപാട് ഓർമ്മകളും അവശേഷിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. സന്തോഷകരമായ ഒരു ജീവിതമാണ് നമ്മൾ അവരുടെ അടുത്തുനിന്ന് കണ്ടത്. തെയ്യത്തുംകടവ് തറവാട്ടിലെ അതിഥി സൽക്കാരവും ദാനധർമ്മങ്ങളും അഗതികൾക്കും അനാഥകൾക്കും എപ്പോഴും ആശ്രയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പിന്നെ വെളുത്തെടുത്ത്
തറവാട്ടിലേക്കാണ് ഉമ്മച്ചി എത്തിപ്പെട്ടത്. ചെറുപ്പത്തിലെ ഉമ്മ നഷ്ടപ്പെട്ട ബാപ്പക്ക് എല്ലാ നല്ല കാര്യങ്ങളിലും പിന്തുണയും സഹകരണവുമായി ഉമ്മച്ചി നിലകൊണ്ടത് വായിച്ചയുടെ എല്ലാ സാമൂഹ്യ ബന്ധങ്ങളിലും സാമൂഹ്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു കൈത്താങ്ങായി നിൽക്കാൻ ഉമ്മച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാളിയത്തറക്കൽ പുതിയോട്ടിൽ മൂസക്കുട്ടി ഉമ്മയ്യ ദമ്പതികൾക്ക് ഫാത്തിമ, ഖാദർ, കുഞ്ഞി ഫാത്തിമ, ആയിഷ, മുഹമ്മദ്, ഖദീജ, അബ്ദുൽ അസീസ്, ഉമ്മർ പുതിയോട്ടിൽ എന്നിവരായിരുന്നു മക്കൾ. തെയ്യത്തുംകടവത്ത് കുടുംബത്തിലെ 3 പെൺമക്കളിൽ മൂത്തവളായിരുന്നു എൻ്റെ ഉമ്മയെ പുതിയോട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് മുതൽ അതിൻ്റെ അവസാന ഘട്ടം വരെ ആ പുതിയോട്ടിൽ തറവാട്ടിലെ എല്ലാം കൊണ്ടും മുന്നിൽ നിന്നിരുന്ന, എല്ലാ നിയന്ത്രണത്തിന് മുന്നിൽ നിന്നിരുന്ന ആളായിരുന്നു എൻ്റെ ഉമ്മ. എല്ലാം കൊണ്ടും സ്വഭാവ ഗുണങ്ങൾ കൊണ്ടും മറ്റും അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടും കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും പെരുമാറ്റത്തിലും ഒരുപാട് മുന്നിലുള്ള സ്ത്രീയായിരുന്നു. മരിച്ചപ്പോൾ ആണ് ഞങ്ങൾ ശരിക്കും അത് അറിഞ്ഞത്. ആ ഏരിയയിലുള്ള കൊടിയത്തൂരുള്ള എല്ലാ സ്ത്രീകളും അടക്കി വന്ന് ആ സ്ത്രീകളുടെ ഒരു മഹാസംഗമം തന്നെയായിരുന്നു ആ മരണസമയത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് പ്രയാസങ്ങളിലുള്ള സമയം ഉമ്മക്കുണ്ടായിട്ടും, നല്ല കാലങ്ങളിൽ ഞങ്ങൾക്ക് ഗൾഫിലൊക്കെ പോയി നല്ല കാലങ്ങളുണ്ടായിട്ടും അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഒരു മാനസികമായ പ്രയാസങ്ങളൊന്നും ഉമ്മ കാണിച്ചിരുന്നില്ല. എല്ലാം ഒരു നിലയിൽ ആളോട് പെരുമാറുന്നതിലും കൊടുക്കുന്നതിലും പെരുമാറുന്നതിലെല്ലാം എപ്പോഴും വളരെ നല്ല നിലക്ക് മുൻപന്തിയിലായിരുന്നു. തെയ്യത്തുംകടവ് തറവാട്ടിൽ ഒരു കൂട്ടുകുടുംബം പോലെയായിരുന്നു ഞങ്ങൾ എല്ലാവരുടെയും വല്യാപ്പയുടെ ശിക്ഷണത്തിൽ വളർന്നിരുന്നത്. അതായത് ബിച്ചാക്ക എന്ന് പറയുന്ന അമുസ്താദും, മാൻറ്റിയാക്ക, ഔലൂട്ടിയാക്ക, അബുക്കാക്ക, വീരാങ്കാക്ക, ഖാദർ കാക്ക, കരീമുട്ടി കാക്ക എന്ന് എല്ലാവരും കൂടി ഒരു ഒറ്റ വാപ്പയുടെ മക്കളോ എന്നുള്ള രൂപത്തിലായിരുന്നു ഞങ്ങൾ അവിടെ വളർന്നു പോന്നിരുന്നത്. ഭക്ഷണത്തിനെല്ലാം നമ്മൾ എല്ലാവരും പാടെ ഒരു വലിയ തണമല് ഭക്ഷണം എടുത്തു വെച്ച് വല്യാപ്പയുടെ നേതൃത്വത്തിൽ കഴിക്കുകയും ഭക്ഷണം ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിക്കാനും എല്ലാം അടുക്കളയിലും നോക്കി എന്ന് പറയുന്ന ഒരു ഞങ്ങളെല്ലാവരുടെയും ഒരു നോക്കിയായ ഒരു ആമനാച്ചിയും ഉണ്ടായിരുന്നു. സ്രാമ്പിക്കൽ ആയിഷുമ്മ ഹുസൈൻ ദമ്പതികൾക്ക് സുബൈദ, അബ്ദുസ്സലാം, സുഹറ, സഹീദ, ജുമൈല, സാബിറ എന്നിവരായിരുന്നു മക്കളായി ഉണ്ടായിരുന്നത്. ചേന്നമംഗലൂരിലെ കടവത്ത് പീടിയേക്കൽ ഉണ്ണിമോയി ഹാജിയുടെയും ചേന്നമംഗലൂരിലെ തന്നെ ആയപ്പറ്റുമ്മൽ കുഞ്ഞി ഫാത്തിമയുടെ 6ാമത്തെ മകളായിട്ടാണ് എൻ്റെ ഉമ്മ ആയിഷുമ്മ ജനിക്കുന്നത്. ഉമ്മയുടെ 12ാം വയസ്സിൽ വിവാഹിതയായി ആവുകയുണ്ടായി. വാഴക്കാട്ടെ സുൽത്താൻ ഹാജിയുടെ മൂത്ത മകൻ ഹുസൈൻ ഹാജിയാണ് എൻ്റെ പിതാവ്. ഉമ്മയുടെ അനുജത്തിയായിരുന്നു ആയപ്പറ്റുമ്മയിലെ കുഞ്ഞിപ്പാത്തുമ്മ എന്ന എൻ്റെ വലിയുമ്മ. ഉപ്പ 1990 ഹജ്ജിന് വേണ്ടി പോകുന്നത്. മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും 10 ദിവസത്തിന് ശേഷം അറഫ ദിനത്തിൽ മരിക്കുകയുമാണ് ഉണ്ടായത്. എൻ്റെ വീട്ടിൽ 2 പെങ്ങന്മാർ അസുഖബാധിതരായിരുന്നു. പോളിയോ ബാധിച്ച് അവർ വളരെ പ്രയാസപ്പെട്ട് കഴിഞ്ഞവരായിരുന്നു. 6ാം ക്ലാസ് വരെ സ്കൂളിലും മദ്രസയിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിലും വളരെ പ്രയാസപ്പെട്ടായിരുന്നു പോയിരുന്നത്. അവരെ പരിപാലിക്കുന്ന രംഗത്ത് ഉമ്മ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു. കൊറോണ സമയത്താണ് ഉമ്മ മരണപ്പെടുന്നത്. ആരെയും നോവിപ്പിക്കാതെയും ആരെയും പ്രകോപിപ്പിക്കാതെയും അവധൂതരെ പോലെ അവർ നടന്നു നീങ്ങി. നാട്ടിലെ പടലപ്പിണക്കങ്ങളിൽ നിന്നും പകപോക്കലുകളിൽ നിന്നും ആർത്തലപ്പുകളിൽ നിന്നും തർക്കകുതർക്കങ്ങളിൽ നിന്നും അവർ ബഹുദൂരം അകലം പാലിച്ചു നടന്നു.
കൊലക്കും കൊലവിളിക്കും വെറുപ്പിനും വിദ്വേഷത്തിനും പരസ്പരം കൊമ്പുകോർക്കലിനും ഈ തറവാട്ടുകാരുടെ നിഘണ്ടുവിൽ സ്ഥാനമേ ഉണ്ടായിരുന്നില്ല. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മാത്രമായി ഒരു കുടുംബം. അവരുടെ നടത്തത്തിലും ഇരുത്തത്തിലും ഇടപെടലുകളിലും വിനയവും ബഹുമാനവും വിശ്വസ്തതയും നിറഞ്ഞു നിന്നു. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുക മാത്രമല്ല, അതുവഴി വളരെ പേരുടെ പട്ടിണി മാറ്റാനും ഈ കുടുംബം നിദാനമായി. ചേന്നമംഗല്ലൂർ ദേശത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ചരിത്രം മാറ്റിപ്പണിയുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു ഈ കുടുംബം. ഇസ്ലാമിക നവജാഗരണത്തിന് ഊർജവും പ്രസരിപ്പും പകർന്ന ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും മതഭൗതിക കലാലയങ്ങളുടെയും സഹകാരികളായും നടത്തിപ്പുകാരായും ഇവിടുത്തെ മക്കളും മരുമക്കളും പേരമക്കളുമൊക്കെ കൂടെയുണ്ടായി. TK ഉണ്ണിമോയ് ഹാജിയും രായി മുഹമ്മദ് ഹാജിയും മുഹമ്മദ് കുട്ടി ഹാജിയും അബ്ദുള്ള മാസ്റ്ററും വി ഉമ്മർ ഹാജിയും EK അബ്ദുറഹ്മാൻ സാഹിബും അയമുസ്താദുമൊക്കെ അവരിൽ ചിലർ മാത്രം. തെയ്യത്തുംകടവ് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുമായി അവരുടെ ജീവിതവുമായി ബന്ധപ്പെടാനും അല്ലെങ്കിൽ അത് അനുഭവിക്കാനും കഴിഞ്ഞ ഒരാൾ എന്നുള്ള നിലക്ക് മനസ്സിലൊരുപാട് ആളുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അഹമ്മദ് ഉസ്താദ് എന്ന് സ്നേഹത്തോടു കൂടെ നമ്മൾ പറയുന്ന BK അഹമ്മദ് ഉസ്താദാണ്. ഒരുപാട് തലമുറകൾക്ക് വളരെ അടുത്ത ഹൃദയബന്ധമുള്ള ഒരാളാണ് അഹമ്മദ് ഉസ്താദ്. ഇവിടെ പഠിച്ചു പോയ ആളുകളൊക്കെ എപ്പോഴും എവിടെ ചെന്നാലും എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അഹമ്മദ് ഉസ്താദിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും TKയെ സംബന്ധിച്ചുമൊക്കെയാണ്. അപ്പം അദ്ദേഹം വളരെ സ്നേഹമുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടെ സ്നേഹമസൃണമായ കുട്ടികളോട് പെരുമാറിയിരുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു അധ്യാപകൻ എന്നതിലപ്പുറത്തേക്ക് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഒരു പിതാവിന് തുല്യമായി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. മാത്രവുമല്ല ഒരു പണ്ഡിതൻ്റെ, അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്. ആ പാണ്ഡിത്യത്തിൻ്റെ ഒരു ഗരിമ അല്ലെങ്കിൽ അതിൻ്റേതായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാവങ്ങളൊന്നും ഇല്ലാതിരുന്ന, അത് പ്രകടിപ്പിക്കാതിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഇന്ന് അധ്യാപന രംഗത്ത് എന്തൊക്കെയാണ് വേണ്ടി, കുട്ടികളോട് എപ്രകാരമാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് അധ്യാപകർ കുട്ടികളോട് അടുത്ത് നിൽക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ ട്രെയിനിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അന്ന് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളൊന്നും ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഉള്ള അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിലെ കൺസെപ്റ്റ് സ്വജീവിതത്തിലൂടെ നടപ്പാക്കിയ ഒരു വ്യക്തിയായിക്കൊണ്ടാണ് അഹമ്മദ് ഉസ്താദിനെ നമ്മളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രമുഖ വ്യക്തിത്വം EK അബ്ദുറഹ്മാൻ സാഹിബാണ്. അദ്ദേഹവും ഈ അടുത്ത കാലത്താണ് നമ്മോട് വിട്ടുപിരിഞ്ഞ് പോയത്. അദ്ദേഹവും ഇസ്ലാഹിയ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാഹിയ അസോസിയേഷൻ്റെ ഓഫീസിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിക്കൊണ്ട് ദീർഘകാലം വർക്ക് ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അതുമാത്രമല്ല അതിൻ്റെ ഇസ്ലാഹിയ അസോസിയേഷൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ സെക്രട്ടറി ആയിക്കൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. മറ്റൊരുപാട് വ്യക്തിത്വങ്ങൾ, ഇപ്പോൾ വി ഉമ്മർ ഹാജി തെയ്യന്തകടവ് കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച ആ കുടുംബവുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഇവരൊക്കെ ഇസ്ലാഹിയ അസോസിയേഷൻ്റെ സംസ്ഥാപനത്തിലും തുടർന്ന് അതിനുശേഷമുള്ള അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് നിലനിന്നിരുന്ന ആളുകളാണ്. ഞാനും എൻ്റെ സമപ്രായക്കാരൊക്കെ ഈ വീട്ടിലാണ് വളർന്നത്. അതേസമയം ഞങ്ങളുടെ ബാപ്പാരൊക്കെ ബിസിനസ്സിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെ കൈകാര്യകർത്താവായിട്ടുണ്ടായിരുന്നത് ഇവിടെ ഈ കുടുംബത്തിലെ നാഥനായിട്ടുള്ള നമ്മുടെ അബ്ദുൽ കാക്കയായിരുന്നു. അബ്ദുൽ കാക്കയാണ് നമ്മളെ കുടുംബസമിതി തുടക്കം മുതൽ മരിക്കുന്നത് വരെ ഉണ്ടായിരുന്ന എൻ്റെ രക്ഷാധികാരി. കാക്കയുടെ സ്നേഹ വാത്സല്യങ്ങൾ അനുഭവിക്കാത്ത ഒരു കുടുംബ അംഗങ്ങളും നമ്മളെ കുടുംബത്തിലുണ്ടാകില്ല. ആരോടും ഒരു വെറുപ്പോ ഒരു പകയോ വിദ്വേഷമോ ഒന്നും ജീവിതത്തിൽ കാണിക്കാത്ത അത്തരത്തിലുള്ള വ്യക്തികൾ അപൂർവമാണ്. അതിൻ്റെ ആ കാക്കയായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. നമ്മളെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മദ്രസ, സ്കൂള്, നമസ്കാരം വരെ ഇവിടെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ വരുമ്പം ഇവിടെ ഭക്ഷണം കഴിക്കാൻ മുമ്പ് ചോദിക്കും യേശ നിസ്കരിച്ചിട്ടുണ്ടോ. അത്രയും എല്ലാ കാര്യങ്ങളിലും കാക്കയായിരുന്നു ഞങ്ങളെ ശ്രദ്ധിച്ചിരുന്നത്. ചേന്നമംഗല്ലൂർ, കൊടിയത്തൂർ ദേശങ്ങളുടെ ചരിത്ര നാൾവഴികളിൽ വിലമതിക്കാനാവാത്ത ഒട്ടേറെ സംഭാവനകൾ നൽകി ആത്മവിശ്വാസത്തോടെയും ആത്മാഭിമാനത്തോടെയും നെഞ്ചുറപ്പോടെയും ഉയർന്നു നിൽക്കുന്നു കടവത്ത് പീടിയേക്കൽ കുടുംബം. വ്യാപാരത്തിലൂടെ തുടങ്ങിയതാണ് ഈ പ്രയാണം. ഇന്ന് ജീവിതത്തിൻ്റെ എല്ലാ അടരുകളിലും
ഈ കുടുംബത്തിലെ തലമുറകൾ ക്രിയാത്മകമായ സാന്നിധ്യമായി നിലകൊള്ളുന്നു. മലയോര ഗ്രാമമായ ചേന്നമംഗല്ലൂരിൽ നിന്നും തുടങ്ങി ഇന്ന് ഗൾഫ് നാടുകളിലും യൂറോപ്പിലെ റോം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും തെയ്യത്തുംകടവത്തിന്റെ സന്തതികളുടെ മുദ്രകൾ മായാതെ കിടപ്പുണ്ട്. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, വ്യാപാര, സംരംഭകത്വ, സാംസ്കാരിക, നിയമ, മാധ്യമ മേഖലകളിലൊക്കെ തന്നെയും ഇവരുടെ സാന്നിധ്യം സമൃദ്ധമായി തന്നെ നിറഞ്ഞു നിൽപ്പുണ്ട്. തലമുറകൾ മാറി മാറി വരുമ്പോഴും മേഖലകൾ വ്യത്യസ്തമാവുമ്പോഴും മാറാത്ത ഒന്നുണ്ട്. പ്രാരംഭ നാൾ തൊട്ടേ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന, ചിതലരിക്കാൻ വിട്ടുകൊടുക്കാതെ ജാഗ്രതപ്പെട്ടു പോരുന്ന ജീവിത വിശുദ്ധിയും ജീവിത മൂല്യങ്ങളും. ഒട്ടേറെ പേർ ഇന്ന് നമ്മോടൊപ്പമില്ല. അവർ ദൈവത്തിങ്കിലേക്ക് നടന്നുപോയി നമുക്ക് മുന്നേ. അവരുടെ തണലിലാണ് നമ്മൾ ജീവിതത്തെ രാഗിമിനുക്കിയെടുത്തത്. അവരുടെ ശ്വാസനിശ്വാസങ്ങളും ഊതിക്കാച്ചിയെടുത്ത ശാസനകളും പരിലാളനകളും അണച്ചുപിടിക്കലുകളുമാണ് നമ്മെ നാമാക്കി മാറ്റിയത്. ഉടയോൻ അവരെ കൈവിടാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴുമുണ്ട്.